അടുത്തതായി നമുക്ക് മനസ്സിലാക്കാവുന്നത് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൽ അസോസിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ തൊട്ട് മുമ്പെയുള്ള സെഷനിൽ ഡിസ്കസ് ചെയ്തത് പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ആ പൊസിഷൻ കൊണ്ട് അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജി mgh എന്ന് കാണാൻ സാധിച്ചു. സർഫസിൽ നിന്നൊരു h ഹൈറ്റിൽ നിൽക്കുമ്പോൾ അതിന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. h മാറുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി മാറുന്നു. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് എ ഫങ്ഷൻ ഓഫ് h നമ്മൾ പഠിച്ചു. ഇനി സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ടുണ്ടാവുന്ന പൊട്ടൻഷ്യൽ എനർജി, അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ബോ ആൻഡ് ആരോ സിസ്റ്റം, സ്ട്രെച്ച്ഡ് സ്പ്രിങ് തുടങ്ങിയ സംഭവങ്ങളിലൊക്കെ സിസ്റ്റത്തിൽ സ്ട്രെയിൻ കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായി ഒരു സ്പ്രിങ്ങിനെ എക്സ്റ്റൻഷനോ അല്ലെങ്കിൽ കംപ്രഷനോ നടത്തിക്കഴിഞ്ഞാൽ ആ സ്പ്രിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫോഴ്സിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ കൺസിഡർ എ സിറ്റുവേഷൻ. ഇതൊരു റിജിഡ് വാളാണെന്ന് കരുതുക. ഈ റിജിഡ് വാളിൽ നമ്മളൊരു സ്പ്രിങ് ഇങ്ങനെ നോർമൽ പൊസിഷനിലുള്ള ഒരു സ്പ്രിങ് ഉണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ മാസ്. ഇതിൻ്റെ നോർമൽ പൊസിഷനാണേ. ഇനി നോർമൽ പൊസിഷനിൽ നിന്ന് നമ്മൾ ഈ ബോഡിയെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്പ്രിങ് അങ്ങോട്ട് എക്സ്റ്റെൻഡഡ് ആവും, ശരിയല്ലേ? സോ ദാറ്റ് സിറ്റുവേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഇൻ ദ നെക്സ്റ്റ് ഫിഗർ. അത് കുറച്ചും കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡഡ് ആവും. സോ വാട്ട് ഈസ് ദാറ്റ് എക്സ്റ്റൻഷൻ? ഇതാണ് ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇതിനുണ്ടായി. അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടുണ്ടായി. ഇതിനെ എക്സ്റ്റൻഷൻ ഓഫ് ദ സ്പ്രിങ് എന്നാണ് പറയുന്നത്. എക്സ്റ്റൻഷൻ മാത്രമല്ല, സ്പ്രിങ്ങിനെ നമുക്ക് കംപ്രഷനും നടത്താം. ഇതിനെ ഇങ്ങോട്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഒരു കംപ്രഷൻ സ്റ്റേറ്റ്. അപ്പോൾ നോക്കൂ, ഇങ്ങോട്ടൊക്കെയാണ് അതിനെ ഡിസ്പ്ലേസ് ചെയ്തത്. സപ്പോസ് അതും ഇങ്ങോട്ടൊരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെയാണ്, പക്ഷെ കംപ്രഷൻ ആണെന്ന് കരുതുക. ഈ രണ്ട് സ്റ്റേറ്റും ആക്ച്വലി നോർമൽ സിറ്റുവേഷൻ അല്ല. നോർമൽ സിറ്റുവേഷൻ ഇതാണ്. ഇക്വിലിബ്രിയം പൊസിഷനിൽ നിൽക്കുന്നു. നോർമൽ ആയിട്ടുള്ള ഒരു സ്പ്രിങ്ങിൻ്റെ വലുപ്പം അതാണ്. ഇനി ആ സ്പ്രിങ്ങിൻ്റെ അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും ഒന്നല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്യുക. ഈ രണ്ട് സിറ്റുവേഷനും സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഉണ്ടാക്കും. ഈ സ്പ്രിങ്ങിന് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഉണ്ടാക്കും. ഈ സമയത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിൻ്റെ ടെൻഡൻസി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായിരിക്കും. നോക്കൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ഇൻറ്റേർണൽ ഫോഴ്സ്, അതിൻ്റെ ഡിറക്ഷൻ ഈ ഡിറക്ഷനിലായിരിക്കും, ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൻ്റെ ടെൻഡൻസി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. നിങ്ങൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത സ്പ്രിങ്ങിനെ റിലീസ് ചെയ്ത് നോക്കൂ, അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സിമിലർലി നിങ്ങൾ ഇവിടുന്ന് കംപ്രഷൻ നടത്തി ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തു, ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടുണ്ടാക്കി. ഈ സമയത്ത് ഈ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു, അതിൻ്റെ ഡിറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത ഫോഴ്സിനെ ഞാൻ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്പ്രിങ്. സോ ദാറ്റ് ഈസ് കോൾഡ് സ്പ്രിങ് ഫോഴ്സ്. സ്പ്രിങ് ഫോഴ്സ് എന്നാണ് ഞാനതിനെ വിളിക്കുന്നത്. അതൊരു റീസ്റ്റോറിങ് ഫോഴ്സാണ്. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഫോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ അതിനെ റീസ്റ്റോറിങ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. റീസ്റ്റോറിങ് ഫോഴ്സ്, sometimes it is called a spring force. It is denoted by the letter Fs. Okay? സ്പ്രിംഗ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനെ ഡിസ്പ്ലേസ് ചെയ്തപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. ഇവിടെ നമുക്ക് ഈ ഡിറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് സ്പ്രിംഗ് ഫോഴ്സ് വന്നത്. അപ്പോൾ ഏത് സിറ്റുവേഷനിലും, വെദർ ഇറ്റ് ഈസ് എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ, ഈ രണ്ട് കേസിലും സ്പ്രിങ്ങിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കംപ്രസ് ചെയ്യുന്ന ഡിറക്ഷനിൽ, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സ്പ്രിംഗ് ഫോഴ്സ് വരുന്നു. കംപ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ സ്പ്രിംഗ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്തു വരുന്നു. അപ്പം ഇതാണ് സ്പ്രിംഗ് ഫോഴ്സിൻ്റെ നേച്ചർ എന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ടെൻഡൻസി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ്. നൗ എക്സ്പെരിമെൻ്റലി ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദിസ് സ്പ്രിംഗ് ഫോഴ്സ് Fs is directly proportional to x.
ഈ എഫ് എസ് എന്ന് പറയുന്ന സ്പ്രിംഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെൻറ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് കുറച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഉള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള സ്പ്രിംഗ് ഫോഴ്സ് ആയിരിക്കും അതിനകത്ത് ഡെവലപ്പ് ചെയ്യുക. എന്നാൽ നിങ്ങൾ ലോങ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലാർജ് എമൗണ്ട് ഓഫ് റീസ്റ്റോറിങ് ഫോഴ്സ് അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യും. കംപ്രഷൻ്റെ കേസിലും അങ്ങനെ തന്നെ. ചെറിയ കംപ്രഷൻ ആണെങ്കിൽ ചെറിയ റീസ്റ്റോറിങ് ഫോഴ്സ്, വലിയ കംപ്രഷൻ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് പ്രൊപ്പോർഷനായിട്ട് നിങ്ങൾക്ക് റീസ്റ്റോറിങ് ഫോഴ്സ് കൂടുന്നത് കാണാൻ പറ്റും. So the spring force is directly proportional to x. That is the idea. Okay? Now, proportional മാത്രമല്ല, അത് ഓപ്പോസിറ്റ് സൈൻ ആണ്. അത് ക്ലിയർ ആണ്. അങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഇങ്ങോട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ, ഇങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റീസ്റ്റോറിംഗ് ഫോഴ്സിൻ്റെ ഡിറക്ഷൻ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദ ഫിഗർ. So Fs is directly proportional to x and opposite to x. This is an experimental observation. Now, the spring force Fs is equal to ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വേണം. ഐ ഡിനോട്ടഡ് ഇറ്റ് ആസ് സ്മോൾ ലെറ്റർ കെ. സ്മോൾ ലെറ്റർ കെ ആണ് ഞാനത് ഡിനോട്ട് ചെയ്തത്. ദിസ് ആർ അല്ല, ഇത് സ്മോൾ ലെറ്റർ കെ ആണ്, ഇൻറ്റു എക്സ്. ഓക്കെ, ആൻഡ് ദിസ് സ്മോൾ ലെറ്റർ കെ ഈസ് കോൾഡ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഈ സ്മോൾ ലെറ്റർ കെനെ വിളിക്കുന്ന പേര് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് എന്നാണ്. സോ ദ സ്പ്രിംഗ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. The spring force Fs is equal to minus kx. ഇതാണ് സ്പ്രിംഗ് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, where k is the spring constant. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് k എങ്ങനെ എഴുതാം? സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് k ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് എഴുതുകയാണെങ്കിൽ Fs ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? Fs ഡിവൈഡഡ് ബൈ എക്സ് ചെയ്താൽ നമുക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കിട്ടും. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, മറ്റുള്ള യൂണിറ്റ് മീറ്റർ, displacement unit meter, so Newton per meter. This is the unit of spring constant. Now what is spring constant gives? It is the restoring force per unit length. അതാണ് അല്ലേ Fs by x. Fs എന്താ? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നതാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. എന്താ ഫിസിക്കലി ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലായിട്ടുള്ള ഒരു സ്പ്രിങ്ങാണ് വിചാരിക്കുക. നോക്കൂ, ഈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഓരോ സ്പ്രിങ്ങുകൾക്കും വ്യത്യസ്തങ്ങളായിരിക്കും. സ്പ്രിംഗ് മാറുന്നതിനനുസരിച്ച് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് മാറും. അപ്പോൾ സ്പ്രിങ്ങിനനുസരിച്ചിട്ടാണ് ഈ കോൺസ്റ്റൻ്റ് ഉള്ളത്. ഇറ്റ് വേരീസ് ഫ്രം സ്പ്രിംഗ് ടു സ്പ്രിംഗ്. അതുകൊണ്ടാണ് ഇതിനെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഒരു സ്പ്രിങ്ങിന് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അത് വളരെ സ്റ്റിഫായിരിക്കും. നിങ്ങൾക്ക് ആ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. വളരെ സ്റ്റിഫായിട്ടുള്ള സ്പ്രിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് വളരെ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഈസി ആയിട്ട് അതിനെ കംപ്രസ് ചെയ്യാം, കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിൻ്റെ ഫിസിക്കൽ മീനിങ് അതാണ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ ദാറ്റ് സ്പ്രിംഗ് വിൽ ബി വെരി സ്റ്റിഫ്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ് ആൻഡ് ഡിഫിക്കൽട്ട് ടു എക്സ്റ്റെൻഡ്. സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് സ്മൂത്ത് സ്പ്രിംഗ് ആയിരിക്കും. യു ക്യാൻ ഈസിലി എക്സ്റ്റെൻഡ് ആൻഡ് കംപ്രസ് ദ സ്പ്രിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഐഡിയ. ഇനി അതിന് യൂണിറ്റ് പറഞ്ഞു, റെപ്രസെൻറ്റേഷൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക? ദിസ് ഇസ് നോക്കൂ, y ഇസ് ഈക്വൽ ടു mx എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഫോമിൽ അത് കിടക്കുന്നത്. y ആക്സിസിൽ നിങ്ങൾ സ്പ്രിംഗ് ഫോഴ്സും x ആക്സിസിൽ നിങ്ങൾ ഡിസ്പ്ലേസ്മെൻറ്റും എടുക്കുകയാണെങ്കിൽ ഈ സ്ലോപ്പിന് പകരമാണ് k നിൽക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഗ്രാഫ് വരയ്ക്കുക. ആരൊക്കെ തമ്മിൽ? സ്പ്രിംഗ് ഫോഴ്സ് Fs, ഇനി എക്സ്, ഇവർ തമ്മിൽ ഗ്രാഫ് വരച്ചാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക, വിച്ച് ഇസ് പാസിങ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആയിരിക്കും k. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആവും എടുത്തിട്ടുണ്ടാവുക, മൈനസ് കൺസിഡർ ചെയ്യുന്നില്ല, മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, Fs മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു Fs ഇൻറ്റു kx എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. നിങ്ങൾ എക്സ് ഇവിടെ എടുക്കുന്നു, Fs ഇവിടെ എടുക്കുന്നു, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയായിരിക്കും കിട്ടും. ഓഫ് കോഴ്സ് ഇങ്ങനെ താഴത്തേക്ക് വരയ്ക്കാം കേട്ടോ, ഇതേപോലെ വരയ്ക്കാൻ പറ്റും, ഞാനത് ചെയ്യുന്നില്ല. സോ മാഗ്നിറ്റ്യൂഡാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് ലൈനിന് സ്ലോപ്പ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ k ആയിരിക്കും തരിക. പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. രണ്ട് ഗ്രാഫ് തന്നിട്ടുണ്ട്, ഒന്ന് ഇതാണ് 1, മറ്റൊന്ന് ഇതാണ്. ഇതിന് ആർക്കാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതൽ? ഈ ഗ്രാഫിനാണോ ഈ ഗ്രാഫിനാണോ? ഐ മീൻ ഈ സ്ട്രെയിറ്റ് ലൈനാണോ ഈ സ്ട്രെയിറ്റ് ലൈനാണോ?
FSSX ഇവർ തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. അതായത് സ്പ്രിംഗ് ഫോഴ്സും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും പൊസിഷനും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഗ്രാഫ് തന്നിട്ടുണ്ട്. 2 ഗ്രാഫാണ് സ്ട്രെയിറ്റ് ലൈൻസ് ഉള്ളത്, ഒന്ന് 1 and 2. ഇതിൽ ആർക്കാണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലുള്ളത്? ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇയാൾക്കാണോ സ്ലോപ്പ് കൂടുതൽ, ഇയാൾക്കാണോ സ്ലോപ്പ് കൂടുതൽ? ഇയാൾക്ക് ഇത്രയും ചെരിവുള്ളൂ, ഇയാൾക്ക് ഇത്രയും ചെരിവുണ്ട്. ചെരിവ് കൂടുതലുള്ളത് രണ്ടാമത്തെ ഗ്രാഫിനാണ്. അതായത് സ്ലോപ്പ് കൂടുതലുള്ളത് രണ്ടാമത്തെ ഗ്രാഫിനാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. സോ സെക്കൻഡ് ഗ്രാഫിന് സ്ലോപ്പ് കൂടുതലാണ്, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലാണ്, അത് സ്റ്റിഫായിരിക്കും ആസ് കമ്പയർഡ് ടു 1. ഓക്കെ, ഫസ്റ്റ് ഗ്രാഫിന് സ്ലോപ്പ് കുറവാണ്, അതുകൊണ്ട് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കുറവാണ്, അതുകൊണ്ട് അത് സ്മൂത്ത് ആയിരിക്കും ആസ് കമ്പയർഡ് ടു സെക്കൻഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യാതെ ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് വരച്ച ഗ്രാഫാണിത്. FSഉം Xഉം തമ്മിൽ ഗ്രാഫ് വരച്ചാൽ y = mx എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഇക്വലൻ്റ് ആണ്. y ആക്സിസിൽ FS എടുക്കുക, X ആക്സിസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുക, കണ്ടുപോവാ. എന്നിട്ട് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. നെഗറ്റീവ് സ്ലോപ്പാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. നെഗറ്റീവ് സ്ലോപ്പ് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ചിരിച്ചിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ FS = kx എന്നാണ് എഴുതുന്നത്. അപ്പോൾ FX = kx എന്ന് എഴുതുന്ന സമയത്ത് പോസിറ്റീവ് ഭാഗം മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെയാവും കിട്ടുക. അതിൻ്റെയും സ്ലോപ്പ് തരുന്നത് k ആയിരിക്കും. അപ്പോൾ ഇതിൽ 2 ഗ്രാഫ് തന്നിട്ട് ആർക്കാണ് ഇത് കൂടുതൽ, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സ്ലോപ്പ് കൂടുതലുള്ള ആൾക്ക് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതാണ് സ്പ്രിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേകതരം ഫോഴ്സ്. ദിസ് ഈസ് കോൾഡ് സ്പ്രിംഗ് ഫോഴ്സ്. ഇനി നമ്മുടെ ഉദ്ദേശം ഇതല്ല, അസോസിയേറ്റഡ് പൊട്ടൻഷ്യൽ എനർജിയാണ് പഠിക്കുന്നത്. സ്പ്രിങ്ങുമായി അസോസിയേറ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജിയെ പറ്റിയിട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി നിങ്ങളിതുപോലെ ഒരു സ്പ്രിങ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ആ സ്പ്രിങ്ങിനെ നിങ്ങളൊരു എക്സ്റ്റൻഷനോ കംപ്രഷനോ സ്പ്രിങ്ങിൽ കൊടുക്കുക. ആ സ്പ്രിങ്ങിന് എക്സ്റ്റൻഷനോ സ്പ്രിങ്ങിന് കംപ്രഷനോ കൊടുക്കുക. അപ്പോൾ നോക്കൂ, ഇനീഷ്യലി സ്പ്രിങ്ങിൻ്റെ പൊസിഷൻ ഇതായിരുന്നു എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ പോയിന്റ് വേർ x = 0. എന്നിട്ട് നമ്മൾ ഈ സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഗ്രാഫാണ് നെക്സ്റ്റ് ഫിഗറാണ് നെക്സ്റ്റ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ഇതാ ഇവിടെ എത്തിച്ചു. അപ്പോൾ ദിസ് ഈസ് ദ പൊസിഷൻ, സേ x = ഒരു xm വരെ, ഒരു ലൊക്കേഷൻ x = xm, അതുവരെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടി വരും, ഉറപ്പല്ലേ? കാരണം ഈ സ്പ്രിങ്ങിൽ ഒരു റീസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ റീസ്റ്റോറിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം നിങ്ങളിതിനെ വലിക്കാൻ. ആ റീസ്റ്റോറിങ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ, എക്സ്റ്റെൻഡ് ചെയ്യാൻ, എന്നെങ്കിലേ എക്സ്റ്റൻഷൻ നടക്കുകയുള്ളൂ. ഇതേ കാര്യം കംപ്രഷൻ വെച്ചിട്ടും പറയാം കേട്ടോ. ഞാൻ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ. അപ്പോൾ ഇവിടെയുള്ള ഇനീഷ്യൽ പൊസിഷനിലുള്ള സ്പ്രിങ്ങിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് XM വരെ എത്തിച്ചു. ആക്ച്വലി ഐ ആം കോൺസ്റ്റൻ്റ്ലി അപ്ലൈയിങ് എ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ടു ദ സ്പ്രിംഗ് ഫോഴ്സ്. ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത സ്പ്രിംഗ് ഫോഴ്സ് അത് ഈ ഡിറക്ഷനിലായിരിക്കും, FS. അതിന് എഗെയിൻസ്റ്റായി ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തിരിക്കണം, എങ്കിലേ എനിക്കിതിനെ x = 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് x = xm എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ ഞാൻ ചെയ്ത വർക്ക് എത്രയാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ചെയ്ത വർക്ക് എത്രയാണ് എന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക. ആ വർക്ക് ഡൺ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. കാരണം ഞാനാണ് ആ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഉണ്ടാക്കിയത് യൂസിങ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണ് നോക്കുക, ആ ചെയ്ത വർക്ക് ഡൺ ഇതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇവിടെയും x = 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് x = xm എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആക്സലറേഷൻ ഉണ്ടാവുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഡ്യൂറിങ് ദിസ് മോഷൻ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇത് ആക്സലറേറ്റ് ചെയ്താൽ ഈ ചെയ്ത വർക്ക് ഡൺ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് കൈനറ്റിക് എനർജീനെ ബാൻ ചെയ്യുക, ആക്സലറേഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ ആ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരിക്കലും കൈനറ്റിക് ആവില്ല. അപ്പോൾ ചെയ്ത വർക്ക് ഡൺ മുഴുവനും എന്തായി മാറും, സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അത് കണ്ടുപിടിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ എന്ത് നോക്കാമെന്നുള്ളത് ആലോചിക്കാം. ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് വേരിയബിൾ ഫോഴ്സാണ്. കാരണം x മാറുന്നതിനനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് മാറും, ശരിയല്ലേ? സ്പ്രിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ് കുട്ടികളെ?
സ്പ്രിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ എഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. അപ്പോൾ എക്സ് മാറിക്കഴിഞ്ഞാൽ എഫ് എസ് മാറും. അപ്പോൾ അതിനനുസരിച്ച് എക്സ്റ്റേണൽ ഫോഴ്സും മാറ്റണം. കാരണം ആദ്യം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ഫോഴ്സ് മതി, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം, പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ കൂടുതൽ ഫോഴ്സ് കൊടുക്കണം. കാരണം ഈ എക്സ് കൂടുന്നതിനനുസരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് കൂടി വരും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട എക്സ്റ്റേണൽ ഫോഴ്സ് അതിനനുസരിച്ച് കൂടണം. അപ്പോൾ ഇതൊരു വേരിയബിൾ ഫോഴ്സ് പ്രോബ്ലമാണ്. നേരത്തെ കേസിൽ ശ്രദ്ധിച്ചിരുന്നോ? സർഫസിലിരുന്ന സമയത്തും പൊന്തിക്കുന്ന സമയത്തും മുകളിൽ പോകുന്ന സമയത്തൊക്കെ ഫോഴ്സിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, ഡസൻ മാറ്റർ, അതിങ്ങനെ മാറുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ യു ഷുഡ് ബി വെരി കെയർഫുൾ. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുണ്ടായ ഒരു വർക്ക് ഡൺ, സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് ഉണ്ടായ വർക്ക് ഡൺ എത്രയും നോക്കാം. ഞാനതിനെ DW എന്ന് ഡിനോട്ട് ചെയ്യാണ്. സ്മോൾ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ടുണ്ടായ സ്മോൾ വർക്ക് ഡൺ എത്രയാണ് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ ഇൻറ്റു DX. നോക്കൂ, സ്മോൾ വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ, ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ വർക്കാണ് DW ഇസ് ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ ഇൻറ്റു DX എന്ന് കിട്ടുന്നത്. ഓക്കെ, അത് കിട്ടി. ഇനി നോക്കൂ, ആക്സലറേഷൻ കൂടാതെ കൊണ്ടുവരണം. ആക്സലറേഷൻ കൂടാതെ കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം ഈ എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നതും ഈ പറയുന്ന എഫ് എസ് എന്നുള്ളത് ന്യൂമറിക്കലി ഈക്വൽ ആവുക, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആവുക, ഡിറക്ഷൻ വൈസ് അല്ല, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആവുക. സോ ദിസ് ഇസ് ഈക്വൽ ടു കെ എക്സ്. ശരിയാവണ്ടേ? മാഗ്നിറ്റ്യൂഡാണ്, നെഗറ്റീവ് സൈൻ എടുക്കുന്നില്ല. മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആവുക. അങ്ങോട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സും ഇങ്ങോട്ടുള്ള സ്പ്രിംഗ് ഫോഴ്സും ഈക്വൽ ആവണം മാഗ്നിറ്റ്യൂഡ് വൈസ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, ആക്സലറേഷൻ 0 ആയിരിക്കും. സോ DW ഇസ് ഈക്വൽ ടു KX ഇൻറ്റു DX എന്ന് കിട്ടും. ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ സ്പ്രിംഗ് ഫോഴ്സ് ഇൻ മാഗ്നിറ്റ്യൂഡ് വൈസ്. മാഗ്നിറ്റ്യൂഡ് വൈസ് എക്സ്റ്റേണൽ ഫോഴ്സും സ്പ്രിംഗ് ഫോഴ്സും ഈക്വൽ ആയിരിക്കണം മാഗ്നിറ്റ്യൂഡ് വൈസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു KX. സോ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നുള്ളടത്ത് മൈനസ് KX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് എന്തിനങ്ങനെ ഈ കണ്ടീഷൻസ് എടുത്തതെന്ന് അറിയാമല്ലോ അല്ലേ? നെറ്റ് ഫോഴ്സ് 0 അപ്പോഴാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. അപ്പം നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ല, ഇത് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ വർക്ക് ഡൺ കാണാനാണ് ഈ കളി കളിച്ചത്. സ്മോൾ വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു ഫോഴ്സ് മൾട്ടിപ്ലൈഡ് വിത്ത് സ്മോൾ ഡിസ്പ്ലേസ്മെൻറ്റ് DX. അതാണ് സ്മോൾ വർക്ക് ഡൺ. ഇനി ടോട്ടൽ വർക്ക് ഡൺ കിട്ടാനോ? ടു ഗെറ്റ് ദ ടോട്ടൽ വർക്ക് ഡൺ W, ഇൻറ്റഗ്രൽ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ ഇതായിരുന്നു, x ഇസ് ഈക്വൽ ടു 0. ഫൈനൽ പൊസിഷൻ ഇതാണ്, x ഇസ് ഈക്വൽ ടു XM. സോ x ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് x ഇസ് ഈക്വൽ ടു XM എന്ന് പറയുന്ന പൊസിഷൻ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആരെയാണ്? DWനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടുക. മനസ്സിലായോ? ടോട്ടൽ വർക്ക് കിട്ടാൻ ഈ ചെറിയ വർക്ക് ഡൺ DWനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ബേസിക്കലി സമ്മേഷൻ, ആഡ് ചെയ്ത് ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം 0 ടു XM KX DX എന്ന് കിട്ടും. KX DX എന്ന് കിട്ടും. K എന്ന് പറയുന്നത് സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്, ഇസ് എ കോൺസ്റ്റൻറ്റ്, പുറത്തേക്ക് എടുക്കുന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു XM X DX എന്ന് കിട്ടും. 0 ടു XM X DX എന്ന് കിട്ടുന്നു. X DXൻ്റെ ഇൻറ്റഗ്രേഷൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. X DX ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം 0 ടു XM. ഞാൻ ആ സ്റ്റെപ്സ് എഴുതുന്നില്ല, കാരണം അത് മാത്തമാറ്റിക്കലി കുറേ ചെയ്യാനുണ്ട്. അപ്പം നമുക്കത് സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് പഠിച്ചാൽ മതി. നോക്കൂ, ഇൻറ്റഗ്രൽ 0 ടു XM X DX. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക XM²/2. നമ്മൾ ഇൻറ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പഠിക്കുന്ന പോലെ ഇത് ചെയ്യാനുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട്, 2, 3, 4 സ്റ്റെപ്സ് ഉണ്ട്. ഐ ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് സ്റ്റെപ്സ്. യു ജസ്റ്റ് സേ ദാറ്റ്, പഠിച്ചാൽ മതി. 0 ടു XM X DX ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് XM²/2 എന്നാണ്. അപ്പോൾ നമുക്കിത് എന്താ കിട്ടുക? W ഇസ് ഈക്വൽ ടു K ഇൻറ്റു XM²/2, XM²/2. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് KXM² എന്ന് കിട്ടും. ഇതാണ് വർക്ക് ഡൺ. അപ്പോൾ XM ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ ചെയ്ത വർക്ക് ഡൺ എത്രയാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഹാഫ് KXM² എന്നാണ് കിട്ടുക. മനസ്സിലായല്ലോ? സ്പ്രിങ്ങിനെ അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു XM ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ഹാഫ് KXM² ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ X ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാനോ? ടു ഗെറ്റ് ദ X ഡിസ്പ്ലേസ്മെൻറ്റ്, ടു ഗെറ്റ് ദ X ഡിസ്പ്ലേസ്മെൻറ്റ്, X എക്സ്റ്റൻഷനോ X ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് എഴുതാം അല്ലേ?
ഒരു എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ, ഇതിപ്പോൾ ഞാൻ എക്സ് എം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാനാണ് വർക്ക് ഡൺ കണ്ടുപിടിച്ചത്. അപ്പോൾ ഒരു എക്സ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ വർക്ക് എന്ന് പറയുന്നത് 1/2 kx² എന്നായിരിക്കും. ഇതാണ് എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ വർക്ക് ഡൺ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതെത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 1/2 kx². ദിസ് ഈസ് ദ വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ സ്പ്രിങ് എക്സ്. ഈ ചെയ്ത വർക്ക് ഡൺ ഒരിക്കലും കൈനറ്റിക് എനർജി ആവില്ല, കാരണം ഇത് ആക്സലറേറ്റ് ചെയ്യുന്നില്ല. So it should be converted into potential energy. Therefore, I can equate this work done is equal to the potential energy of the system. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ ഒരു സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 1/2 kx² എന്ന് എഴുതാം. ഇതാണ് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ. നമ്മൾ 1/2 mv² എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇക്വേഷൻ കിടക്കുന്നത് അല്ലേ. ഓക്കെ, 1/2 kx². പഠിക്കാൻ എളുപ്പമാണ്. ഇവിടെ ശ്രദ്ധിക്കൂ, പല പല ഡിസ്പ്ലേസ്മെൻറ്റിന് പല പല പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. നിങ്ങൾ ഈ സ്പ്രിങ്ങിനെ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്തുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി കുറവായിരിക്കും. കുറച്ചുകൂടി ഡിസ്പ്ലേസ് ചെയ്തു, പൊട്ടൻഷ്യൽ എനർജി കൂടും. അപ്പം പല പല ഡിസ്പ്ലേസ്മെൻറ്റിനും പല പല പൊട്ടൻഷ്യൽ എനർജികളായിരിക്കും. സോ ദ പൊട്ടൻഷ്യൽ എനർജി ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്. ദർഫോർ വി ഓഫ് എക്സ് എന്നാണ് എഴുതുക, കാരണം എക്സ് ആണ് ഇവിടുത്തെ വേരിയബിൾ. സോ 1/2 kx². ഇവിടുത്തെ വേരിയബിൾ എക്സ് ആണ്. ദർഫോർ 1/2 kx² എന്നായിരിക്കും പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിങ് ആയിട്ട് ഉള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഈ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊരു സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടി മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ഒരു തവണ കൂടെ പിറകിലേക്ക് ബാക്ക്വേർഡ് അടിച്ച് ഒരു തവണ കൂടെ കണ്ടു നോക്കുക. ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. ഞാനതുകൊണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ചെറിയ വർക്ക് ഡൺ കണ്ടുപിടിച്ച് നിങ്ങളതിനെ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു സ്റ്റെപ്പ് കാണാതെ പഠിക്കണം. ഇൻറ്റഗ്രൽ 0 to xm x dx എന്ന് പറയുന്നത് xm²/2 ആണെന്ന് പഠിക്കണം. അപ്പോൾ xm² ഡിസ്പ്ലേസ് ചെയ്യാൻ ഇത്രയും വർക്കാണെങ്കിൽ എക്സിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ ആവശ്യമായ വർക്ക് 1/2 kx² എന്നായിരിക്കും. അപ്പം അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 1/2 kx² എന്നായിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടെ പഠിച്ചത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, മറ്റൊന്ന് സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഈ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഡിസ്പ്ലേസ്മെൻറ്റ് വേഴ്സസ് പൊട്ടൻഷ്യൽ എനർജി നമുക്കിത് ഗ്രാഫ് വരച്ച് നോക്കാം. നോക്കൂ, ഇവിടെ എക്സ് ആണ്, ഇവിടെ വി എക്സ് ആണ്, വി അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണ് വരയ്ക്കുന്നത്. ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം എക്സ്പ്രഷൻ ആലോചിച്ച് നോക്കുക. വി ഇസ് ഈക്വൽ ടു 1/2 kx². V is equal to 1/2 kx² എന്നാണ്. സോ ഗ്രാഫ് ലുക്സ് ലൈക്ക് ദിസ്. ഞാൻ മറ്റേത് വരയ്ക്കാൻ മറന്നുപോയി. അതായത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എച്ച് വേഴ്സസ് വി. അവിടെ ശ്രദ്ധിക്കേണ്ടത് എച്ചിനനുസരിച്ച് വി മാറുന്നതാണല്ലോ. ഇക്വേഷൻ എന്തായിരുന്നു? വി ഇസ് ഈക്വൽ ടു mgh എന്നായിരുന്നു ഇക്വേഷൻ. സോ ദ ഗ്രാഫ് ലുക്സ് ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. കാരണം എച്ച് കൂടുമ്പം വി ഓട്ടോമാറ്റിക്കലി കൂടും. എച്ച് 0 എന്ന സമയത്ത് വി 0 ആവും. ഇതാണ് ഓൺ ദ സർഫസ്. എച്ച് 0 ആവുന്ന പോയിന്റ്, അതാണ് എർത്തിൻ്റെ സർഫസ് എന്ന് പറയുന്നത്. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. ഇനി എച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് വി കൂടി വരുന്നു. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ വേരിയേഷൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ദിസ് ഇസ് ദ ഐഡിയ. സോ ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാൻ കാരണം സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ആണ്. ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവാൻ കാരണം പൊസിഷൻ ഇൻ ദ ഫീൽഡാണ്. രണ്ട് കേസിലും എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ, വർക്ക് ഡൺ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആക്സലറേഷൻ 0 ആണ്. എന്നാൽ മാത്രമേ ചെയ്ത വർക്ക് ഡൺ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുമായി ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദിസ് ഇസ് ദ ഐഡിയ ഓഫ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ കാണുന്നതിൽ സംശയമുണ്ടെങ്കിൽ ദയവായി റിപ്പീറ്റ് ചെയ്ത് കാണുക. ഒരു തവണ കൂടെ വീഡിയോ കാണാൻ ശ്രമിക്കുക. 1-2 തവണ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കൺസെപ്റ്റുകൾ വളരെ ഡെപ്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നിട്ടും 2-3 തവണ കണ്ടിട്ടും നമുക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്നോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു യൂസിങ് ഫോൺ, അല്ലെങ്കിൽ ക്ലാസ്സിൽ വരുന്ന സമയത്ത് എന്നോട് ഫിസിക്കലി നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി. ഓക്കെ.